നമസ്കാരം. എല്ലാവരും ഒന്ന് സ്റ്റഡി ആയിട്ടിരുന്നാട്ടെ. ഇങ്ങനെ ഒന്ന് സ്റ്റഡി ആയിട്ടിരിക്കും. ഈ എപ്പിസോഡ് കണ്ട് തീരുന്നത് വരെ എല്ലാവരും അഭിപ്രായം ഇരുമ്പുലക്കയല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. എന്താ പറയേണ്ടത്? അഭിപ്രായം ഇരുമ്പുലക്കയല്ല. ഉറപ്പായും എന്താണ് കൂടുതൽ ഓഫറുകൾ വരാൻ എല്ലാ സാധ്യതയുണ്ട്. അങ്ങനെ ഓഫറുകൾ വന്നിട്ടുണ്ടോ? അങ്ങനെ എന്ത് വന്നാലും ഞാൻ ഈ പാർട്ടി തന്നെ നിന്ന് അങ്ങനെ മരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. എന്തായാലും രാഷ്ട്രീയമായി കോൺഗ്രസിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് പത്മജിയുടെ തീരുമാനം. തീർച്ചയായിട്ടും. നമ്മളെ മുരളിയാട്ടെ വെറുതെ TV ഒന്ന് വെച്ച് നോക്കി. അന്നേരാണ് TV ഒരു ബ്രേക്കിംഗ് ന്യൂസ്. ഞാൻ ഒരു ചാനലിൽ ഇങ്ങനെ ബ്രേക്കിംഗ് ന്യൂസ് കണ്ടപ്പോഴാണ് ഞാൻ വിളിച്ചു നോക്കിയത്. പത്മജ പോയി. പത്മജ പോയി. അല്ല, ശ്രീ കെ കരുണാകരൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ പത്മജയോടൊപ്പം അദ്ദേഹവും BJP യിൽ ചേരുമായിരുന്നു. കുയ്യന്റെ അമ്മേ, രമേശ് ഏട്ടാ, അതായത് നമ്മളെ ലീഡർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പത്മേച്ചിന്റെ ഓടി ലീഡറും ഇങ്ങ് വരുമെന്ന്, ലീഡറും BJP യിലേക്ക് വരുന്നു. ഇനി രമേശ് ഏട്ടന്റെ ലീഡറെ കുറിച്ചുള്ള വർണ്ണനകൾ കേൾക്കാം. കേരളം കണ്ടിട്ടുള്ള ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഭരണാധികാരിയായിരുന്നു ശ്രീ കെ കരുണാകരൻ. കേരളത്തിന്റെ വികസനത്തിന് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയിട്ടുള്ള വ്യക്തിയായിരുന്നു ശ്രീ കെ കരുണാകരൻ. അപ്പോ പത്മേച്ചി BJP യിൽ വന്ന്, BJP യിൽ വന്നതിന് ശേഷം പത്മേച്ചിക്ക് എന്താ പറയേണ്ടത്? ഇനി വളരെ കുറച്ച് നാളുകളേ ഉള്ളൂ ഇവിടെ അധികാരത്തിലേക്ക് BJP എത്താൻ. ഉയ്യന്റെ അമ്മേ, പത്മേച്ചി കേരളത്തിൽ BJP അധികാരത്തിലെത്തിക്കുന്നു. പത്മേച്ചി ചില്ലറക്കാരിയല്ല, നിങ്ങൾ വിചാരിച്ച പോലത്തെ ആളല്ല. BJP കേരളത്തിൽ അധികാരത്തിലെത്തിക്കാൻ പോകുന്നതാണ് പത്മേച്ചി. കോൺഗ്രസ്സുകാരെല്ലാം വെറും പൊട്ടന്മാരാണ്. പത്മേച്ചി ഉണ്ടെങ്കിൽ നിയമസഭയും ലോക്സഭയിലും ഒരു വിഷയമല്ല. ഇനിയിപ്പം പറഞ്ഞിട്ടൊരു കാര്യമില്ല. കാരണം പത്മേച്ചി മുഴുവൻ കഴിവും ഇനി BJPക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ പലരോടും സംസാരിക്കുന്ന ആളാണ്. എനിക്ക് എല്ലാ പാർട്ടികളിലും ബന്ധങ്ങളുണ്ട്. അവരെല്ലാം ഒരു സമയം നോക്കി നിൽക്കുകയാണ്. എൻ്റെ പിന്നാലെ, ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ പിന്നാലെ ഇനി പലരും വന്നുകൊണ്ടിരിക്കാതെ. പത്മേച്ചിക്ക് എല്ലാ പാർട്ടിയിലും നല്ല ബന്ധങ്ങളുണ്ട്. ഓരെല്ലാം സമയം നോക്കി നിൽക്കുകയാണ്. പത്മേച്ചി വിളിച്ച ഉടനെ ഓരെല്ലാം BJP യിലേക്ക് വരും. അങ്ങനെ BJP വൻ ശക്തിയാക്കി മാറ്റും. ആര്? നമ്മളെ പത്മേച്ചി. PC ജോർജ് ഏട്ടൻ എന്നെ കുറ്റം പറയാത്ത വേറെ ആരും പറഞ്ഞാലും എന്നെ പറയില്ല അദ്ദേഹം. കാരണം എന്നെ അത്ര ഇഷ്ടമാണ്. ആര്? PC ജോർജിന്റെ വർത്താനം കേട്ടിട്ടാ പത്മേച്ചി ഇങ്ങള് പറയുന്നു ലോക്സഭ പിടിക്കും നിയമസഭ പിടിക്കും എന്നല്ല. PC ഇന്ന് പറഞ്ഞതല്ല, PC നാളെ പറയുന്നു. PCന്റെ കാര്യം നിങ്ങളൊന്ന് കണ്ടു നോക്കും, അപ്പൊ അറിയാം. ഇതാ PC. പക്ഷെ ഇപ്പോ ഇന്ത്യ കണ്ട ഏറ്റവും മോശം പ്രധാനമന്ത്രി അദ്ദേഹമാണെന്ന് ഞാൻ വിശ്വസിക്കുക. റിസർവ് ബാങ്ക് കൂടെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും നമ്പർ 1 നേതാവായി ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി മാറിയിരിക്കുന്നു എന്ന് ജനം അംഗീകരിച്ചു.